ദൈവത്തിന് മഹത്വം. വെളിപ്പാട് പുസ്തകം ഒരു ലഘുപഠനം. 5-ാം അധ്യായത്തിലെ അറുക്കപ്പെട്ട കുഞ്ഞാടിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം. ഉദ്ദേശലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ 7 മുദ്രയിട്ട പുസ്തകച്ചുരുൾ ഭൂമിയുടെ ആധാരം തന്നെയാണ്. മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യനായി ആരെയും കാണാതെ കരഞ്ഞ യോഹന്നാനോട് മൂപ്പന്മാരിൽ ഒരുവൻ, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദിൻ്റെ വേര്, അതായത് ദാവീദ് കുലത്തിൽ പിറന്നവൻ എന്ന് അത് മനസ്സിലാക്കുന്നു. യഹൂദാ ഗോത്രത്തിലെ സിംഹം, അവൻ ബലഹീനനായതുകൊണ്ട് മുറിവേറ്റതല്ല, ബലഹീനനായതുകൊണ്ടല്ല അവൻ ക്രൂശിക്കപ്പെട്ടത്. യോഹന്നാൻ നോക്കുമ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അവന് 7 കൊമ്പ്, അതായത് അവൻ അറുക്കപ്പെട്ടത് അവൻ്റെ ബലഹീനത കൊണ്ടല്ല, അവൻ ബലവാനാണ്. 7 കൊമ്പ് അവൻ്റെ ബലത്തെ, അവൻ്റെ അധികാരത്തെ കാണിക്കുന്നതിനായിട്ട് ഉള്ള പ്രയോഗമാണ്. 7 കണ്ണുള്ളവൻ, അതായത് സകലതും അറിയുന്നവൻ, ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം ഒരുപോലെ അറിയാൻ കഴിയുന്നവൻ. അവൻ സർവശക്തനാണ്, അവൻ ബലഹീനനല്ല. ക്രിസ്തു വാഴുവാനും ന്യായം വിധിക്കുവാനുമായിട്ട് വരുമ്പോൾ അവനെ തള്ളിക്കളഞ്ഞവർക്ക് അവൻ സിംഹമായിരിക്കും, അവർക്കവനെ ഭയമായിരിക്കും. എന്നാൽ അവനിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ചവർക്ക് തങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന കുഞ്ഞാടായി അവനെ കാണാം. തങ്ങളുടെ രക്ഷകനെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് അവനെ ആരാധിക്കാൻ ഉള്ള ആഗ്രഹം, അവനെ ആരാധിക്കാനുള്ള അമിതമായ ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടാകുന്നു. അവിടെ പറയുന്നത്, അവൻ വന്ന് പുസ്തകം വാങ്ങിയപ്പോൾ സ്വർഗത്തിലുള്ള 4 ജീവികളും 24 മൂപ്പന്മാരും കുഞ്ഞാടിൻ്റെ മുൻപാകെ വീണ്, നീ യോഗ്യൻ, യേശുവിൻ്റെ യോഗ്യതയെപ്പറ്റി വർണ്ണിച്ച് അവനെ കുമ്പിടുന്നതായിട്ട് കാണുന്നു. പിശാചിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ രക്തത്താൽ സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും പെട്ടവരെ നീ രക്ഷിച്ചു, നീ വിലയ്ക്ക് വാങ്ങി, അവർ ഭൂമിയിൽ വാഴുന്നു എന്നവർ പാട്ടുപാടി. ദൈവത്തിനു വേണ്ടി തൻ്റെ ജനത്തിനെ മടക്കി വാങ്ങിയവനെ അവർ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു എന്നും അവിടെ പറയുന്നു. ഇതിനോട് ചേർന്ന് പറയുന്നത് സകല സൃഷ്ടിയും, യോഹന്നാൻ കേൾക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല സൃഷ്ടിയും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നതാണ്, അവന് വേണ്ടി പാട്ടുപാടുന്നതാണ്. അപ്പോൾ ദൈവസന്നിധിയിലെ ആരാധന, ദൈവത്തെ കണ്ടുമുട്ടിയ ഒരാൾക്ക്, അതായത് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ തിരിച്ചറിഞ്ഞവർ, എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി എനിക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില നൽകുവാൻ ക്രൂശിൽ യാഗമായി തീർന്നവൻ, അവനെ കണ്ടവർക്ക്, അതായത് ആത്മരക്ഷ പ്രാപിച്ച ദൈവമക്കൾക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. രക്ഷയ്ക്കുള്ള വഴി ഒരുക്കി തന്ന ദൈവകുഞ്ഞാടിനെ, ആ രക്ഷകനെ, യേശുക്രിസ്തുവിനെ ആരാധിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? അതുകൊണ്ടാണ് ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലുമുള്ള സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കുന്നതായി, അവന് പാട്ടുപാടുന്നതായി കേൾക്കുന്നു എന്ന് യോഹന്നാൻ പറയുന്നത്. ഇനിയും മുദ്ര പൊട്ടിക്കാൻ അധികാരം കിട്ടി, അതിനായിട്ട് ഒരുങ്ങുകയാണ്. മുദ്ര പൊട്ടിക്കുന്നതിനും ഭൂമിയെ തിരികെ പിടിക്കുന്നതിനും
അവൻ പിശാചത് വിട്ടുതരാത്തത് കൊണ്ട് അത് പിടിച്ചെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയുമാണ് അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കയ്യേറ്റക്കാരെ കുടിയൊഴിപ്പിക്കാൻ പോലീസ് ഇടപെടുന്നത് പോലെ ചിലപ്പോൾ ലാത്തി പ്രയോഗവും ക്രൂരമർദ്ദനങ്ങളും ഒക്കെ പ്രയോഗിച്ചെങ്കിലേ ചിലർ ഒഴിഞ്ഞു തരികയുള്ളൂ. ചിലരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റി ജയിലിൽ കൊണ്ടിട്ടെങ്കിലേ ഇത് കൈവശമാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ, ഉടമസ്ഥന് സാധിക്കുകയുള്ളൂ. ഇവിടെ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഓരോ ദണ്ഡന മുറകൾ പ്രയോഗിക്കപ്പെടുകയാണ്. ഇതൊക്കെ ആയിട്ടും സാത്താൻ വിട്ടുകൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് ശിക്ഷാ നടപടികളുടെ കാഠിന്യവും കൂടും. അത് നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. മഹാപീഡനത്തിൻ്റെ ലക്ഷ്യം ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന ജനത്തിന് രക്ഷപ്പെടാൻ ഒരവസരം കൂടി കൊടുക്കുന്നു. നമുക്കറിയാം, പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം ദൈവത്തെ കണ്ടുമുട്ടുന്നത്. അങ്ങനെയാണ് പലരും രക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സഹിക്കാൻ വയ്യാത്ത പീഡകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇനി ഒരു രക്ഷയുമില്ല, ഇത് ദൈവത്തെ മുറുകെ പിടിക്കുക അല്ലാതെ മറ്റൊരു രക്ഷയുമില്ല എന്ന് അന്നുള്ള ജനങ്ങൾ ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും വിചാരിച്ചിരിക്കും. മുൻപ് സുവിശേഷം കേട്ടിട്ടുള്ളവർ, യഹൂദ ജനം, അവർക്കൊക്കെയും ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ചിലരെങ്കിലും രക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മഹാപീഡനത്തിൻ്റെ ലക്ഷ്യത്തിലൊന്ന് ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന ജനത്തിന് രക്ഷപ്പെടാനൊരവസരം കൂടി കൊടുക്കുന്നു എന്നുള്ളതാണ്. ദാനിയേൽ 9:25 മഹാപീഡനത്തിൻ്റെ ലക്ഷ്യം പറയുന്നുണ്ട്. അതിക്രമത്തെ തടസ്സം ചെയ്യുവാൻ. ഇസ്രായേൽ തങ്ങളുടെ മശിഹായെ തള്ളിക്കളഞ്ഞു എന്ന അകൃത്യത്തിന് പീഡനങ്ങൾ അവസാനമുണ്ടാക്കും. മഹാപീഡനകാലത്ത് ഇസ്രായേൽ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുകയും ഒരു ഉണർവുണ്ടാകുകയും സുവിശേഷ ഘോഷണ ദൗത്യവുമായി ലോകമെമ്പാടും അവർ പോവുകയും ചെയ്യും. വെളിപ്പാട് 7-ാം അധ്യായത്തിൽ അത് നമുക്ക് തെളിവായി കാണാം. 2, പാപങ്ങളെ മുദ്രയിടുവാൻ. മഹാപീഡനത്തിൻ്റെ അവസാനത്തിൽ സാത്താൻ ബന്ധിക്കപ്പെടുന്നതോടെ പാപം മുദ്രയിടപ്പെടുന്നു. പാപത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്നത് സാത്താനാണല്ലോ. അവനെ ബന്ധിച്ചു കഴിഞ്ഞാൽ പാപം മുദ്രയിടപ്പെടുകയാണ്. 3, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത്. അതായത് യഹൂദാജനം തള്ളിക്കളഞ്ഞവനെ സ്വീകരിച്ച് അവൻ മുഖാന്തരം ദൈവത്തോട് നിരപ്പാകും. 4, നിത്യനീതി വരുത്തുവാൻ. ഇസ്രായേലിൻ്റെ ഉണർവ് അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ നീതിയുടെ യുഗം, അതിനെ നാം സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നു, ആ നീതിയുടെ യുഗം ആരംഭിക്കും. 5, ദർശനവും പ്രവചനവും മുദ്രയിടുവാനും. ഇസ്രായേൽ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു വന്നാൽ പിന്നെ ദർശനവും പ്രവചനവും ആവശ്യമില്ല. 6, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ. നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ 7-ാമത്തെ ദൂതൻ തൻ്റെ കലശം ഭൂമിയിലേക്ക് ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൂകമ്പത്തിൽ യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടും. ജാതികളാൽ അശുദ്ധമാക്കപ്പെട്ട ഈ ദേവാലയം നശിച്ച് പുതിയ ദേവാലയം യേശുക്രിസ്തുവിനാൽ പണിയപ്പെടും. സക്കരിയാവ് 6:12 അത് സൂചിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അതിപരിശുദ്ധമായ ദേവാലയം അഭിഷേകം ചെയ്യപ്പെടും. മഹാപീഡനത്തിൻ്റെ ആരംഭം ദാനിയേൽ 9:27 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അവൻ, അതായത് വരുവാനിരിക്കുന്ന പ്രഭു, എതിർ ക്രിസ്തു, ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും.
ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കിക്കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. ഇസ്രായേലുമായി 7 വർഷത്തേക്കുള്ള ഉടമ്പടിയിൽ പ്രവേശിക്കുമെന്നും എതിർ ക്രിസ്തു 3.5 വർഷം കഴിയുമ്പോൾ അവൻ ഉടമ്പടി ലംഘിക്കുമെന്നും ഈ ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാം. എതിർ ക്രിസ്തു ഉടമ്പടിയിൽ പ്രവേശിക്കുന്നത് മുതൽ ഇസ്രായേലിന് വേണ്ടിയുള്ള 70-ാം ആഴ്ചവട്ടം ആരംഭിക്കുന്നു. തുടർന്ന് 7 വർഷത്തേക്ക് മഹാപീഡനം നടക്കുന്നു. ആ എതിർ ക്രിസ്തുവിൻ്റെ വരവും മഹാപീഡനത്തിൻ്റെ ആരംഭവും ആണ് 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇതൊക്കെയും ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എത്ര വലിയൊരു അവസരമാണ്. കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് എന്നെ വീണ്ടെടുത്തു, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പാക്കി എന്ന് വിശ്വസിക്കുന്നവർക്ക് സ്വർഗരാജ്യം, അതിലെ സന്തോഷം, അതിലെ ആരാധന അനുഭവിക്കാനായിട്ട് കഴിയും. നമുക്കൊരവസരം കൂടെ ദൈവം തന്നിരിക്കുകയാണ്. രക്ഷിക്കപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ.